Welcome to VBY ITI official channel. Road engineering എന്ന മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. First question, which system of transportation is the fastest and provides more comfort for men and materials? Option A railways, option B airways, option C waterways, option D roadways. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷനിലെ 4 മോഡ്സ് ആണുള്ളത്. 4 മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ: റോഡ്വേസ്, റെയിൽവേസ്, വാട്ടർവേസ്, എയർവേസ്. ഇതിൽ റോഡ്വേ ആണ് ഡോർ ടു ഡോർ സർവീസ് നൽകുന്നത്, അതുപോലെ മോർ ഫ്ലെക്സിബിൾ ആണത്. റെയിൽവേസ് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിനൊക്കെ റെയിൽവേസ് ആണ് മോർ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. വാട്ടർവേസിൻ്റെ കേസിൽ ട്രാവലിംഗ് സ്പീഡ് കുറവാണ്. എയർവേസ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് കൂടുതൽ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ 4 സിസ്റ്റത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അതുപോലെ കൂടുതൽ കംഫർട്ട് നൽകുന്ന സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് എയർവേസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which mode of transportation has the maximum flexibility for travel with respect to route, directions, time, etc.? Options നോക്കാം. Option A roadways, option B railways, option C waterways, option D airways. നമ്മൾ പറഞ്ഞ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടേഷനിലെ 4 ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് റോഡ്വേസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where did the Central Road Research Institute started? Options നോക്കാം. Option A England, option B Nagpur, option C New Delhi, option D France. In 1950, the Central Road Research Institute CRRI was started in New Delhi for carrying out research in various aspects of road engineering. 1950 സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CRRI എന്ന് പറയും. അത് ന്യൂഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദി ആൻസർ ഈസ് ന്യൂഡൽഹി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദി IRC വാസ് സെറ്റപ്പ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1943, ഓപ്ഷൻ ബി 1860, ഓപ്ഷൻ സി 1934, ഓപ്ഷൻ ഡി 1973. Indian Road Congress, that is IRC, it is the premier technical body of highway engineers in the country. The IRC was set up in December 1934. So ഇവിടെ ആൻസർ വരുന്നത് 1934. The next question, who created Central Public Works Department to look after the work of road? Option A Lord William Bentinck, option B Lord Mayo, option C Lord Dalhousie, option D Lord Ripon. ഹിസ്റ്ററി ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന ഭാഗത്താണ് ഈ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. അതിൽ തന്നെ റോഡ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി took little interest in road construction. Lord William Bentinck revived the idea of road construction. Lord Dalhousie created a central public works department. Lord Mayo and Lord Ripon also contributed to road development to a great extent. ലോർഡ് വില്യം ബെൻറ്റിക് ആണ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന ഐഡിയ റിവൈവ് ചെയ്തത്. അതുപോലെ ലോർഡ് ഡാൽഹൗസി ആണ് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ റോഡ് ഡെവലപ്മെൻറ്റിൽ ലോർഡ് മയോ അതുപോലെ ലോർഡ് റിപ്പൺ ഇവരുടെ കോൺട്രിബ്യൂഷൻസും വളരെ വലുതാണ്. സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് ലോർഡ് ഡാൽഹൗസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which cross slope is given to the top layer of road in macadam construction? Option A 1 in 20, option B 1 in 45, option C 1 in 10, option D 1 in 36. മെക്കാഡം കൺസ്ട്രക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്രോസ് സ്ലോപ്പ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ക്രോസ് സ്ലോപ്പ് എന്ന് നോക്കാം. ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ടു ദി റോഡ് സർഫസ് ഇൻ ട്രാൻസ്വേഴ്സ് ഡിറക്ഷൻ ഈസ് കോൾഡ് ക്യാമ്പർ ഓർ ക്രോസ് സ്ലോപ്പ്. റോഡ് സർഫസിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിനെ പറയുന്ന പേരാണ് ക്യാമ്പർ ഓർ ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ മെക്കാഡം കൺസ്ട്രക്ഷൻ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് തന്നെ ഒന്നും കൂടി പോവാം. ഹിസ്റ്ററി ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലണ്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജോൺ മെറ്റ്കാഫ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ റോഡ് കൺസ്ട്രക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ മെറ്റ്കാഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയി. ടെൽഫോർഡ് കൺസ്ട്രക്ഷൻ, തോമസ് ടെൽഫോർഡ് എന്ന സ്കോട്ടിഷ് എഞ്ചിനീയർ ആണ് ഈ ഒരു കൺസ്ട്രക്ഷന് പുതിയ ഐഡിയാസ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഹെവി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് എന്നൊരു ഐഡിയയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതുപോലെ
വാട്ടർ ഡ്രെയിനേജിന് വേണ്ടി ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാമെന്നും പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് മെക്കാഡം കൺസ്ട്രക്ഷൻ. ജോൺ മെക്കാഡം, ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് എഞ്ചിനീയർ ആണ്. അദ്ദേഹം പറഞ്ഞത് വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഈ റോഡിൻ്റെ ടോപ്പ് സർഫസിലാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത്. സോ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ലാർജായി അല്ലെങ്കിൽ ഹെവി ആയി പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ വാട്ടർ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാമെന്നൊരു ഐഡിയയും അദ്ദേഹം കൊണ്ടുവന്നു. ഇത് മെക്കാഡം കൺസ്ട്രക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്രോസ് സ്ലോപ്പ് 1/36 ആണ് കൊടുക്കുന്നത്. സോ ദി ആൻസർ ഇസ് 1/36. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് റോഡിൻ എംബാങ്ക്മെൻറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. ദെൻ ഇവിടെ ഈ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ലാൻഡ് വിഡ്ത്ത്. ലാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ ദി റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ്. ഈ ഒരു റോഡിൻ്റെ ടോട്ടൽ വിഡ്ത്തിനെയാണ് ലാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിന് റൈറ്റ് ഓഫ് വേ എന്നും പറയാറുണ്ട്. റൈറ്റ് ഓഫ് വേ. സെക്കൻഡ് വരുന്ന റോഡ് വേ, ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഈ ഫിഗറിൽ കാണാം. റോഡ് വേ മീൻസ് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ഫോർ ദ ട്രാഫിക് ആൻഡ് ഇൻക്ലൂഡ്സ് കാരിയേജ് വേ. റോഡ് ട്രാഫിക്കിനാണ് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു കാരിയേജ് വേനോട് കൂടി രണ്ട് സൈഡിലെയും ഷോൾഡറും കൂടി ആഡ് ചെയ്താലാണ് റോഡ് വേ ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ടേം കാരിയേജ് വേ. ഈ സി എന്ന് മാർക്ക് ചെയ്ത ഭാഗമാണ് കാരിയേജ് വേ. കാരിയേജ് വേ പോർഷൻ ഓഫ് ദി റോഡ് വേ ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഫോർ വെഹിക്കുലർ ട്രാഫിക്. വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത ഒരു ഭാഗമാണ് കാരിയേജ് വേ. നെക്സ്റ്റ് വരുന്ന ഡ്രെയിനേജ്. റോഡിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അർബോറികൾച്ചർ. പ്ലാന്റിംഗ് ട്രീസ് ഓൺ ദി റോഡ് സൈഡ്സ് ഈസ് കോൾഡ് അർബോറികൾച്ചർ. റോഡ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീസ് പ്ലാന്റേഷനെയാണ് അർബോറികൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് ഫോർമേഷൻ. ഇവിടെ എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർമേഷൻ, ദ പ്രിപ്പയർഡ് സർഫസ് ഓൺ ദി ഗ്രൗണ്ട് ഇൻ സ്പൈനൽ ഷേപ്പ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് എർത്ത് വർക്ക്. ഈ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഗ്രൗണ്ട് സർഫസിനെയാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷോൾഡർ. The space on both sides of the carriageway to protect the road is known as shoulders. റോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാരിയേജ് വേണ്ടി രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുന്ന ഈ പോർഷനെയാണ്, സ്പേസിനെയാണ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാമ്പർ. ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ടു ദി റോഡ് സർഫസ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഈസ് കോൾഡ് ക്യാമ്പർ. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ റോഡിന് കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് ക്യാമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാമ്പർ. നെക്സ്റ്റ് വരുന്നത് ക്രൗണ്. The highest point of a cross section of a highway is called a crown. ഈ ക്രോസ് സെക്ഷനിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു റോഡ് സ്ട്രക്ചറിനെയാണ് കാണിച്ചിട്ടുള്ളത്. റോഡ് സ്ട്രക്ചറിൽ ഏറ്റവും താഴെ സബ് ഗ്രേഡ് ഓർ ഫോർമേഷൻ എന്ന് പറയാം. ദെൻ അതിൻ്റെ ടോപ്പിൽ വരുന്ന ലെയറിനെയാണ് സബ് ബേസ് ഓർ സോളിംഗ് എന്ന് പറയാം. ഈ ലെയറിനെ ബേസ് കോഴ്സ് എന്ന് പറയാം. ദെൻ അതിന് മുകളിൽ വരുന്ന ലെയറിനെ ബേസ് കോട്ട് എന്ന് പറയാം. ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയറിനെ സർഫസിങ് ഓർ വിയറിംഗ് റോൾസ് എന്ന് പറയാം. ഇത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് ഹൈവേ? ഓപ്ഷൻ എ ക്യാമ്പർ, ഓപ്ഷൻ ബി സബ് ബേസ്, ഓപ്ഷൻ സി കാരിയേജ് വേ, ഓപ്ഷൻ ഡി ക്രൗൺ. ക്രോസ് സെക്ഷനിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് ക്രൗൺ. The next question, what is the time required for a driver to realize the necessity of applying brakes to the vehicles? Option A reaction, option B reflection, option C perception, option D sight distance. Time required for a driver to realize the necessity of applying brakes to the vehicles is called the perception time. So the answer is perception. The next question, which alternative road is provided to divert traffic to avoid obstruction? Option A loop, option B ring, option C trunk, option D bypass. ഈ റോഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ആ ടെക്നിക്കൽ ടേംസ് എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റോഡിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻസിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ട്രാഫിക്കിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ് റോഡിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്.
അതിന് പറയുന്ന പേരാണ് ലൂപ്പ് റോഡ്സ്. ലൂപ്പ് റോഡ്സ്, ദീസ് ആർ alternative roads provided to divert traffic to avoid obstructions. So the answer is loop. The next question, what is marked as X? Option A, right of way. Option B, formation. Option C, roadway. Option D, carriage way. നമ്മൾ ഫിഗർ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഈ ഒരു എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ carriage way. The next question, what is the width of shoulders in roads? Option A, 0.5 meter to 1.25 meter. Option B, 1.25 meter to 2 meter. Option C, 2 meter to 4 meter. Option D, 4 meter to 6 meter. റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഷോൾഡേഴ്സിൻ്റെ വിഡ്ത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. Then shoulders means the space on both sides of the carriage way to protect the road is known as shoulders. കാരിയേജ് വേൻ്റെ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിന് പറയുന്ന പേരാണ് ഷോൾഡേഴ്സ്. അതിൻ്റെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് 1.25 meter to 2 meter ആണ് കൊടുക്കുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി പോർഷൻ ഓഫ് ദി റോഡ് കൺസ്ട്രക്റ്റഡ് ഫോർ വെഹിക്കുലാർ ട്രാഫിക്? ഓപ്ഷൻ എ, റൈറ്റ് വേ. ഓപ്ഷൻ ബി, ഫോർമേഷൻ. ഓപ്ഷൻ സി, കാരിയേജ് വേ. ഓപ്ഷൻ ഡി, റോഡ് വേ. വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആ റോഡിൻ്റെ പോർഷന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ നേരത്തെ ഫിഗറിൽ ഡിസ്കസ് ചെയ്ത ഭാഗമാണിത്. സോ ദ ആൻസർ ഈസ് കാരിയേജ് വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് അലൈൻമെൻറ്റ്? ഓപ്ഷൻ എ, ക്രോസസ് മാക്സിമം നമ്പർ ഓഫ് ബ്രിഡ്ജസ്. ഓപ്ഷൻ ബി, ഷോർട്ട്. ഓപ്ഷൻ സി, ലെങ്തി സ്ട്രേറ്റ് റോഡ്സ്. ഓപ്ഷൻ ഡി, ക്രോസ്. ദ കോഴ്സ് ഓർ റൂട്ട് പൊസിഷൻ അലോങ് വിച്ച് ദ സെൻറ്റർ ലൈൻ ഓഫ് എ റോഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പ്ലാൻ ഈസ് കോൾഡ് റോഡ് അലൈൻമെൻറ്റ്. The principles or factors affecting highway alignment: easiness, economic, safety, shortness. So ഇവിടെ ആൻസർ വരുന്നത് ഷോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the restriction given to lengthy straight roads while setting road alignment? Option A, minimum. Option B, maximum. Option C, depends on gradient. Option D, depends on rise and fall. The alignment should be straight as possible, which ensure higher speed traffic. ഹയർ സ്പീഡ് ട്രാഫിക്കിന് വേണ്ടിയിട്ട് നമ്മൾ അലൈൻമെൻറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആവാനാണ് ശ്രദ്ധിക്കുക. സോ ഇവിടെ അതിൽ ലെങ്തി സ്ട്രെയിറ്റ് റൂട്ട്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ റെസ്ട്രിക്ഷൻസ് എപ്പോഴും മിനിമം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സർവേ എസ്റ്റാബ്ലിഷ്ഡ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദി ആക്ച്വൽ ഹൈവേ? ഓപ്ഷൻ എ, ലൊക്കേഷൻ. ഓപ്ഷൻ ബി, പ്രിലിമിനറി. ഓപ്ഷൻ സി, റെക്കഗ്നൈസൻസ്. ഓപ്ഷൻ ഡി, കഡാസ്ട്രൽ. റോഡ് അലൈൻമെൻറ്റിൻ്റെ കേസിൽ 3 രീതിയിലാണ് സർവേ നടത്തുന്നത്: റെക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ, ലൊക്കേഷൻ സർവേ. റെക്കഗ്നൈസൻസ് സർവേയിൽ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ടെറിറ്ററിയുടെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത സൈറ്റിൻ്റെ ജനറൽ നോളജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് 2 പോയിൻറ്റ്സിനിടയിൽ വരുന്ന ഓൾട്ടർനേറ്റീവ് റൂട്ട്സ്, നമ്പർ ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുന്നത്. ദെൻ പ്രിലിമിനറി സർവേയിൽ ചെയ്യുന്നത് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഓൾട്ടർനേറ്റീവ് റൂട്ട്സിൽ ഏറ്റവും മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള റൂട്ട് ഏതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിലിമിനറി സർവേ ചെയ്യുന്നത്. ദെൻ ലൊക്കേഷൻ സർവേയിൽ ചെയ്യുന്നത് പ്രിലിമിനറി സർവേയിൽ സെലക്ട് ചെയ്ത മോസ്റ്റ് എക്കണോമിക്കലായ റൂട്ടിലൂടെ നടത്തുന്ന സർവേയാണ് ലൊക്കേഷൻ സർവേ. Then it establishes the central line of the actual highway. ആക്ച്വൽ ഹൈവേയുടെ സെൻട്രൽ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ലൊക്കേഷൻ സർവേ ചെയ്തിട്ടാണ്. ഈ ലൊക്കേഷൻ സർവേ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമുക്ക് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. By recognizing survey, a number of possible alternative routes between 2 points can be worked out. The object of preliminary survey is to conduct the survey work along the alternative routes. The main object of location survey is to carry out detailed survey along the route it established the central line of the actual highway. So the answer is location. Next question, which survey is conducted to find the number of possible alternative routes between 2 points? Option A, preliminary. Option B, reconnaissance. Option C, location. Option D, detailed. 2 പോയിന്റ്സിനിടയിൽ വരുന്ന ഓൾട്ടർനേറ്റീവ് റൂട്ട്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സർവേയാണ് റെക്കഗ്നൈസൻസ് സർവേ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്? ഓപ്ഷൻ എ, സ്റ്റേറ്റ് ഹൈവേസ്. ഓപ്ഷൻ ബി, സെക്കൻഡ് ക്ലാസ്.
Option C, cement concrete. Option D, express highways. The classification according to importance വരുന്ന 3 ടൈപ്പാണ്. A, ഫസ്റ്റ് ക്ലാസ് റോഡ്, B, സെക്കൻഡ് ക്ലാസ് റോഡ്, C, തേർഡ് ക്ലാസ് റോഡ്. സോ ഇവിടെ ആൻസർ വരുന്നത് സെക്കൻഡ് ക്ലാസ്. The next question, what is the normal recommended land width of national highway in open area? Option A, 24 meter. Option B, 25 meter. Option C, 35 meter. Option D, 45 meter. നമുക്ക് ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ടേബിളാണ്. ഇവിടെ ലാൻഡ് വിഡ്ത്ത് മീറ്ററിൽ പറയുന്ന വാല്യൂസ് ആണ് കാണിച്ചിട്ടുള്ളത്. നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ് ആണെങ്കിൽ ഓപ്പൺ ഏരിയാസിൽ 45 മീറ്റർ ആണ് നോർമൽ കൊടുക്കുന്നത്. ദെൻ മേജർ ഡിസ്ട്രിക്ട് റോഡ്സിൽ 25 മീറ്റർ, അതർ ഡിസ്ട്രിക്ട് റോഡ്സിൽ 15 മീറ്റർ, വില്ലേജ് റോഡ്സിൽ 12 മീറ്റർ. ഇത് ഓപ്പൺ ഏരിയാസിൽ നോർമൽ റേഞ്ച് ആണ് വരുന്നത്, നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേസിൽ ഓപ്പൺ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുന്ന നാഷണൽ ഹൈവേസിൻ്റെ land width, normal land width ആണ് ചോദിച്ചിട്ടുള്ളത്. So the answer is 45 meter. The next question, which road connects area of production and market with state highways and railways? In a national highway, option B, major district, option C, village, option D, other district. So നമുക്ക് ക്ലാസിഫിക്കേഷൻസിലേക്ക് ഒന്നുകൂടി പോവാം. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ടൈപ്പ് ഉണ്ട്. നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, major district roads, minor or other district roads, village roads. National highway, important roads of the country connecting ports, capitals, foreign highways and important cities. State highways, main roads within the state and connect important towns and cities of the state. Major district road, connect areas of production and markets with the state highways and railways. Other district roads, connected to major district roads and railways. Village roads, connect village and groups of villages with each other and also to the nearest district road, national highway, railway. So നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്നതിൽ ഏത് റോഡാണ് ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിനെ സ്റ്റേറ്റ് ഹൈവേയും റെയിൽവേയുമായി കണക്ട് ചെയ്യുന്നത്. So ഇവിടെ ആൻസർ ഈസ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡേഴ്സ് പ്രൊവൈഡഡ് ഇൻ നാഷണൽ highways? Option A, 1 meter, option B, 1.5 meter, option C, 2 meter, option D, 2.5 meter. Generally, the national highway should have 2 lines of at least 8 meter width and at least 2 meter wide shoulders on both sides. National highway generally ആയിട്ട് 2 lines, അത് തന്നെ 8 meter, at least 8 meter width വേണം. then at least 2 meter വൈഡ് ഷോൾഡേഴ്സ് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യണം. സോ ഇവിടെ ആൻസർ വരുന്നത് ചോദിച്ചിട്ടുള്ളത് ഷോൾഡേഴ്സിൻ്റെ മിനിമം വിഡ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് 2 meter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യാമ്പർ പ്രൊവൈഡഡ് ഇൻ ദ കാരേജ് വേ ഓഫ് ഗ്രാവൽ റോഡ്? ഓപ്ഷൻ എ 1 in 30 to 1 in 35, ഓപ്ഷൻ ബി 1 in 25 to 1 in 30, ഓപ്ഷൻ സി 1 in 15 to 1 in 20, ഓപ്ഷൻ ഡി 1 in 10 to 1 in 15. മെറ്റീരിയൽസിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് എർത്ത് റോഡ്സ്, ഗ്രാവൽ റോഡ്സ്, വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്സ്, ബിറ്റുമിനസ് റോഡ്സ്, സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ്സ്. അതിൽ ഈ കൊടുത്തിട്ടുള്ള ക്യാമ്പറിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് നോക്കാം. എർത്ത് റോഡ്സിൽ 1 in 20 to 1 in 25 ആണ്. ഗ്രാവൽ റോഡ്സിൽ 1 in 25 to 1 in 30. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്സിൽ, അതായത് WBM എന്ന് പറയാം, 1 in 36 to 1 in 48. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഗ്രാവൽ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് 1 in 25 to 1 in 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ എർത്ത് റോഡ്സ്? നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എർത്ത് റോഡ്സിൽ 1 in 20 to 1 in 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഡയറക്ഷൻ ഓഫ് റോളിംഗ് ഇൻ ഹൈവേ കൺസ്ട്രക്ഷൻ? ഹൈവേ കൺസ്ട്രക്ഷനിൽ റോളിങ്ങിൻ്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, സൈഡ്സ് ആൻഡ് പ്രൊസീഡ്സ് ടു സെൻറ്റർ, സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക്. ഓപ്ഷൻ ബി, സെൻറ്റർ ആൻഡ് പ്രൊസീഡ്സ് ടു സൈഡ്, സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക്. ഓപ്ഷൻ സി, സെൻറ്റർ ഓൺലി. ഓപ്ഷൻ ഡി, വൺ സൈഡ് ആൻഡ് പ്രൊസീഡ് ടു അതർ, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക്. പക്ഷെ നമ്മൾ ഹൈവേ കൺസ്ട്രക്ഷനിൽ ചെയ്യുന്നത് സൈഡിൽ നിന്നും സെൻറ്ററിലായിട്ടാണ് റോഡിങ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് an advantage of cement concrete pavement? Option A, initial cost is low.
Option B, tractive resistance is low. Option C, rolling resistance is high. Option D, less time for construction. സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. Advantages: it provides a good riding surface, life is more, maintenance cost is low, the vehicle operation cost is low, tractive or rolling resistance is low, it provides high nighttime visibility. Then disadvantages: initial cost of construction is very high, it requires skilled person for construction time required is more, it takes more time for opening to traffic after construction. സോ ഇവിടെ ഈ ഓപ്ഷൻ തന്ന ഓപ്ഷൻസിൽ അഡ്വാൻറ്റേജിൽ പറയുന്നത് ട്രാക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അനദർ നെയിം ഓഫ് കണ്ടിന്യൂസ് ബേ മെത്തേഡ്? ഓപ്ഷൻ എ ഓൾട്ടർനേറ്റ്, ഓപ്ഷൻ ബി സ്ട്രിപ്പ്, ഓപ്ഷൻ സി എക്സ്പാൻഷൻ, ഓപ്ഷൻ ഡി ട്രാവേഴ്സ്. ദെൻ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന മെത്തേഡ്സ് ആണ് ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ്, കണ്ടിന്യൂസ് ബേ മെത്തേഡ്, എക്സ്പാൻഷൻ ജോയിൻറ്റ് ആൻഡ് സ്ട്രിപ്പ് മെത്തേഡ്. ഓൾട്ടർനേറ്റ് ബേ മെത്തേഡിൽ ചെയ്യുന്നത് ആ ഒരു റോഡിനെ ബേസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് ബേയിലാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. കണ്ടിന്യൂസ് ബേ മെത്തേഡിൽ ചെയ്യുന്നത് ആ ഫുൾ വിഡ്ത്ത് കണ്ടിന്യൂസ് ആയിട്ടാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. എക്സ്പാൻഷൻ ജോയിൻറ്റ് ആൻഡ് സ്ട്രിപ്പ് മെത്തേഡിൽ ചെയ്യുന്നത് റോഡിനെ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രിപ്സ് ആയിട്ട് അതുപോലെ ട്രാൻസ്വേഴ്സ് ബേസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് കണ്ടിന്യൂസ് ബേ മെത്തേഡിൻ്റെ വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. Continuous bay method is also known as strip method or full width method. So the answer is strip. Next question, which circular curve consists of a single arc of uniform radius? Option A compound, option B simple, option C reverse, option D transition. Types of curves le varuna 4 type ആണ്: simple curve, compound curve, reverse curve, transition curve. Simple curve, a single arc of uniform radius. Compound curve, a series of 2 or more simple curves of different radii which turn in same direction. Reverse curve, 2 simple curves of same or different radii which turn in the opposite direction. Transition curve having a radius which decreases from infinity at the tangent point to designed radius of the circular curve. ഇവിടെ സിമ്പിൾ കർവ് ആണ് സിംഗിൾ ആർക്കിന് യൂണിഫോം റേഡിയസിൽ വരുന്ന സിംഗിൾ ആർക്ക്. കോമ്പൗണ്ട് കർവിൽ 2 അതിൽ കൂടുതലോ സിമ്പിൾ കർവ് ഡിഫറെൻറ്റ് റേഡിയസിൽ സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. റിവേഴ്സ് കർവിൽ വരുന്നത് സിമ്പിൾ കർവിന് സെയിം ഓർ ഡിഫറെൻറ്റ് റേഡിയസിൽ ടേൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ 4 എണ്ണത്തിൽ ഏത് കർവാണ് സിംഗിൾ ആർക്ക് ഓഫ് യൂണിഫോം റേഡിയസ് വരുന്നത്? സോ ദ ആൻസർ ഈസ് സിമ്പിൾ. Then in next question, how a simple circular curve designated? Option A curvature of the curve, option B radius of the curve, option C angle subtended by an arc, option D angle subtended by a chord. A simple circular curve may either be designated by radius or by degree of the curve. The simple circular curve നമുക്ക് 2 രീതിയിൽ ഡെസിഗ്നേറ്റ് ചെയ്യാം, റേഡിയസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ദി കർവ്. റേഡിയസ് വെച്ച് ചെയ്യുന്നത് UK ആൻഡ് ഓസ്ട്രേലിയയിലാണ് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് ദി കർവ് വെച്ച് ചെയ്യുന്നത് USA, കാനഡ, ഫ്രാൻസ് അതുപോലെ ഇന്ത്യയിലെല്ലാം ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ വരുന്നതിൽ ആൻസർ വരുന്നത് റേഡിയസ് ഓഫ് ദി കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രാൻസിഷൻ കർവ് ഈസ് റെക്കമെൻഡഡ് ബൈ ദി IRC ഇൻ ദ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഓഫ് ഹൈവേ? ഓപ്ഷൻ എ സ്പൈറൽ, ഓപ്ഷൻ ബി ലെംനിസ്കേറ്റ്, ഓപ്ഷൻ സി ക്യൂബിക് പരാബോള, ഓപ്ഷൻ ഡി സമ്മിറ്റ്. ട്രാൻസിഷൻ കർവിൻ്റെ ടൈപ്സിൽ 3 എണ്ണമാണ് വരുന്നത്: ലെമിൻസ്കേറ്റ്, സ്പൈറൽ, ക്യൂബിക് പരാബോള. ഈ 3 എണ്ണത്തിൽ IRC റെക്കമെൻഡ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് സ്പൈറൽ ട്രാൻസിഷൻ കർവ്സ് ആണ്. സോ ദി ആൻസർ ഈസ് സ്പൈറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട് കർവ്സ് ഇൻ ആംഗുലാർ മെത്തേഡ്? ഓപ്ഷൻ എ കോമ്പസ്, ഓപ്ഷൻ ബി ടേപ്പ്, ഓപ്ഷൻ സി ചെയിൻ, ഓപ്ഷൻ ഡി തിയോഡലൈറ്റ്. Setting out a curve means locating various points at equal and convenient distances along the length of a curve. ഒരു കർവിൻ്റെ ലെങ്ത്തിൽ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള കൺവീനിയൻറ്റ് ഡിസ്റ്റൻസസ് അതുപോലെ വേരിയസ് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നത്. അതിന് 2 മെത്തേഡാണ് വരുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ലീനിയർ മെത്തേഡ്,
ലീനിയർ മെത്തേഡിൽ ചെയിനോ അല്ലെങ്കിൽ ടാപ്പോ ആണ് യൂസ് ചെയ്യുന്നത്. ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്, ആംഗുലർ മെഷർമെൻറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഓഫ്സെറ്റ് ഫ്രം ദി ലോങ് കോഡ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ഫ്രം ദി ടാൻജന്റ്, റേഡിയൽ ഓഫ്സെറ്റ് ഫ്രം ദി ടാൻജന്റ്, സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്സ്. സെറ്റിംഗ് ഔട്ടിന് വേണ്ടി രണ്ട് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ലീനിയർ മെത്തേഡ്സ്. ലീനിയർ മെത്തേഡ്സിൽ ടേപ്പോ ചെയിനോ ആണ് യൂസ് ചെയ്യുന്നത്, ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ആംഗുലർ മെഷർമെൻറ്റ്സ് ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ഇതിൽ ലീനിയർ മെത്തേഡ്സിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഓഫ്സെറ്റ് ഫ്രം ലോങ് കോഡ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ഫ്രം ദി ടാൻജന്റ്, റേഡിയൽ ഓഫ്സെറ്റ് ഫ്രം ദി ടാൻജന്റ്, സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്സ്, ഓഫ്സെറ്റ്സ് ഫ്രം ദി കോഡ് പ്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് ആംഗുലാർ മെത്തേഡ്സ്. ആംഗുലാർ മെത്തേഡ്സിൽ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വിത്ത് ഓർ വിത്തൗട്ട് ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ തിയോളൈറ്റ് പോലെയുള്ള ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ടേപ്പോ ചെയിനോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ വരുന്ന 3 മെത്തേഡ്സ് ആണ് റാങ്കിൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ, 1 തിയോളൈറ്റ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നു, 2 തിയോളൈറ്റ് മെത്തേഡ്, അതുപോലെ ടെക്യോമെട്രിക് മെത്തേഡ്. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആംഗുലർ മെത്തേഡ്സിൽ സെറ്റിംഗ് ഔട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ ആംഗിൾ മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഓപ്ഷൻസിൽ ഏതാണെന്ന് നോക്കാം. തിയോളൈറ്റ്. സോ ദി ആൻസർ ഈസ് തിയോളൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലീനിയർ മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് എ സിമ്പിൾ സർക്കുലർ കർവ്. ഇപ്പോൾ ലീനിയർ മെത്തേഡിൽ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ലീനിയർ മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്സ്, ഓപ്ഷൻ ബി 2 തിയോളൈറ്റ് മെത്തേഡ്, ഓപ്ഷൻ സി ടെക്യോമെട്രിക് മെത്തേഡ്, ഓപ്ഷൻ ഡി റാങ്കിൻസ് മെത്തേഡ്. ഈ 3 മെത്തേഡും ആംഗുലാർ മെത്തേഡിൽ വരുന്നതാണ്. ദെൻ ഇവിടെ ആൻസർ വരുന്നത് സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എക്സ്ട്രാ വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് ഓൺ ഹൊറിസോണ്ടൽ കർവ്സ് ഈസ് ഗിവൺ ഫോർ എ radius of 21 to 40 meter for 2 line. Option A 1.5 meter, option B 1.2 meter, option C 0.9 meter, option D 0.6 meter. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള 21 to 40 meter റേഡിയസിൽ വരുന്ന 2 ലൈൻ റോഡ്സിന് എക്സ്ട്രാ വിഡ്ത്ത് എത്രയാണ് കൊടുക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഹൊറിസോണ്ടൽ കർവ്സിൽ പേയ്മെൻറ്റിന് കൊടുക്കുന്ന എക്സ്ട്രാ വിഡ്ത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസിനെ ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ വിഡ്ത്ത് സിംഗിൾ ലൈനിലും 2 ലൈനിലും എത്രത്തോളം കൊടുക്കുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ 21 to 40 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടേബിളിൽ 21 to 40 മീറ്റർ 2 ലൈനാണ്. 2 ലൈനിൽ 1.5 മീറ്റർ ആണ് വരുന്നത്. മൾട്ടി ലൈനിൻ്റെ കേസിൽ എക്സ്ട്രാ വിഡ്ത്ത് കാണാൻ വേണ്ടി ഈ 2 ലൈനിൽ തന്നിട്ടുള്ള വിഡ്ത്തിൻ്റെ പകുതി അതിനോട് കൂടി ആഡ് ചെയ്യാം. ആ ഒരു പോയിന്റ് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ദെൻ ഇവിടെ ആൻസർ വരുന്നത് 1.5 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം വിഡ്ത്ത് പ്രൊവൈഡഡ് ഫോർ ദി സൈക്കിൾ ട്രാക്ക് ഇൻ അർബൻ ഏരിയാസ്. ഓപ്ഷൻ എ 1 മീറ്റർ, ഓപ്ഷൻ ബി 1.5 മീറ്റർ, ഓപ്ഷൻ സി 2 മീറ്റർ, ഓപ്ഷൻ ഡി 3 മീറ്റർ. then അതിന് നമുക്കിവിടെ റോഡ് മാർജിൻസ് എന്താണെന്ന് നോക്കാം. റോഡ് മാർജിൻസ് ആർ ദി പോർഷൻസ് ഓഫ് ലാൻഡ് ഓൺ ഐദർ സൈഡ് ഓഫ് എ റോഡ് വേ ഓഫ് എ റോഡ്. റോഡ് വേൻ്റെ ഐദർ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലാൻഡ് പോർഷന് പറയുന്ന പേരാണ് റോഡ് മാർജിൻസ്. എലിമെൻറ്റ്സ് ഓഫ് റോഡ് മാർജിൻസ്: സൈക്കിൾ ട്രാക്സ്, ഡ്രൈവ് വേസ്, എംബാങ്ക്മെൻറ്റ് സ്ലോപ്സ് ഓർ സൈഡ് സ്ലോപ്സ്, ഫുട് പാത്ത്സ്, ഫ്രണ്ടേജ് റോഡ്സ്, ഗോഡ് റെയിൽസ്, പാർക്കിംഗ് ലൈൻസ്, ഷോൾഡേഴ്സ്. ഇതിൽ സൈക്കിൾ ട്രാക്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മിനിമം വിഡ്ത്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് 2 മീറ്റർ ആണ് മിനിമം വിഡ്ത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം ഷോൾഡർ വിഡ്ത്ത് റെക്കമെൻഡഡ് ബൈ IRC. IRC റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ എ 1.3 മീറ്റർ, ഓപ്ഷൻ ബി 1.85 മീറ്റർ, ഓപ്ഷൻ സി 2 മീറ്റർ, ഓപ്ഷൻ ഡി 2.5 മീറ്റർ. IRC റെക്കമെൻഡ് ചെയ്യുന്ന ഷോൾഡറിൻ്റെ മിനിമം വിഡ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് 2.5 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മിനിമം ഗ്രേഡിയൻറ്റ്. ഓപ്ഷൻ എ 1 in 14.3, ഓപ്ഷൻ ബി 1 in 20, ഓപ്ഷൻ സി 1 in 30, ഓപ്ഷൻ ഡി 1 in 200. സോ നമുക്ക് ഗ്രേഡിയൻറ്റ്, റോഡിൻ്റെ ഗ്രേഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. ദ റൈറ്റ് ഓഫ് റൈസ് ഓർ ഫാൾ ഈസ് കോൾഡ് ദ ഗ്രേഡിയൻറ്റ് ഓർ ഗ്രേഡ്.
റോഡിൽ വരുന്ന റൈസ് ഓർ ഫോളിൻ്റെ റേറ്റിനെയാണ് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറയാം. ദ റോഡ് ഗ്രേഡിയൻ്റ് ഇൻഡിക്കേറ്റ്സ് ദി സ്ലോപ്പ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ വരുന്ന സ്ലോപ്പിനെയാണ് റോഡ് ഗ്രേഡിയൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് വരുന്നത് ആവറേജ് ഗ്രേഡിയൻറ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, മിനിമം ഗ്രേഡിയൻറ്റ്, റൂളിംഗ് ഗ്രേഡിയൻറ്റ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഈ മിനിമം ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. The value of minimum gradient is usually fixed at 1 in 200 or 0.5%. So the answer is 1 in 200. Then next question, what is the minimum sight distance recommended by IRC for minor roads? Option A 11 meter, option B 15 meter, option C 18 meter, option D 20 meter. Then sight distance SD എന്ന് പറയാം or visibility. It is the length of road visible ahead to the driver at any instance. ആ ഡ്രൈവറിൻ്റെ മുന്നിൽ വിസിബിൾ ആയിട്ടുള്ള റോഡ് ലെങ്ത്തിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. IRC ഹാസ് സജസ്റ്റഡ് ദ ഹൈറ്റ് ഓഫ് ഐ ലെവൽ ഓഫ് ഡ്രൈവർ ആസ് 1.2 meter and the height of the object as 0.15 meter above the road surface. IRC റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം സൈഡ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇസ് 15 meter. Next question, what is the main purpose of providing camber? Option A to follow IRC specification, option B to prevent entry of moisture into subgrade, option C to maintain equilibrium, option D to follow specifications. ഇവിടെ ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. ക്യാമ്പർ നമുക്കറിയാം ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ്, റോഡ് സർഫസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിനെയാണ് ക്യാമ്പർ എന്ന് പറയുന്നത്. ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ് സർഫസിൽ വരുന്ന വെള്ളത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പർ കൊടുക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോയ്സ്ചർ ഇൻ ടു സബ്ഗ്രേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷേപ്പ് ഓഫ് ദി സർഫസ് ഡ്രെയിൻ ഈസ് മോസ്റ്റ് പ്രിഫേർഡ് ഫോർ ഹെവി ഡിസ്ചാർജ് ഇൻ റോഡ്? ഓപ്ഷൻ എ റെക്ടാങ്കുലാർ, ഓപ്ഷൻ ബി യു ഷേപ്പ്ഡ്, ഓപ്ഷൻ സി സെമി സർക്കുലാർ, ഓപ്ഷൻ ഡി വി ഷേപ്പ്ഡ്. വെള്ളത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. സർഫസ് ഡ്രെയിൻസിൽ ഷേപ്പിനെ ബേസ് ചെയ്ത് 4 ടൈപ്പാണ് വരുന്നത്. റെക്ടാങ്കുലർ, സെമി സർക്കുലർ, യു ഷേപ്പ്ഡ്, വി ഷേപ്പ്ഡ്. റെക്ടാങ്കുലർ suitable for rectangular drains suitable for carrying heavy discharge. Semicircular suitable for small streets where the discharge is of small quantity. അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹെവി ഡിസ്ചാർജ് വരുന്ന കേസിൽ ഏത് സർഫസ് ഡ്രെയിൻ ആണ് സ്യൂട്ടബിൾ? ദ ആൻസർ ഈസ് റെക്ടാങ്കുലർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which culvert is used if the water opening is less than 15 meter square and road crosses the waterway on a relatively high embankment? Option A pipe, option B arch, option C box, option D slab. So നമുക്ക് culvert എന്താണെന്ന് നോക്കാം. A closed conduit placed under the embankment to carry water across the roadway is termed as culverts. റോഡ്വേക്ക് അക്രോസ് ആയിട്ട് വാട്ടർ ക്യാരി ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആണ് കൾവേർട്സ്. സ്പാൻ ഈസ് ലെസ് ദാൻ അബൌട്ട് 6 meter. 6 meterനേക്കാളും കുറവാണ്, മീൻസ് 6 meter ആണ് ഇതിൻ്റെ മാക്സിമം സ്പാൻ വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് കൾവേർട്സ്, പൈപ്പ് കൾവേർട്സ്, ബോക്സ് കൾവേർട്ട്, സ്ലാബ് കൾവേർട്ട്, ആർച്ച് കൾവേർട്ട്. പൈപ്പ് കൾവേർട്ട് സ്യൂട്ടബിൾ ഇൻ ലോ ഡിസ്ചാർജ് ഏരിയാസ്, low debris flow areas and high embankment, generally used for small openings up to 2 meter square. Box culvert suitable in heavy debris flow areas. Then slab culvert suitable in high discharge areas and low debris flow areas, used where the water opening is less than 15 meter square. Then arch culvert suitable in high discharge areas and low debris flow areas. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 15 meter സ്ക്വയറിനേക്കാളും കുറഞ്ഞ് ലെസ് ദാൻ 15 meter സ്ക്വയറിൽ വരുന്ന വാട്ടർ ഓപ്പണിങ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന കൾവേർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സോ ആൻസർ ഈസ് സ്ലാബ് കൾവേർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രെയിൻ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്ട്രീറ്റ്സ് ഓഫ് ലെസ് ഡിസ്ചാർജ്? ഓപ്ഷൻ എ വി ഷേപ്പ്ഡ്, ഓപ്ഷൻ ബി സെമി സർക്കുലർ, ഓപ്ഷൻ സി റെക്ടാങ്കുലർ, ഓപ്ഷൻ ഡി യു ഷേപ്പ്ഡ്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സ്മോൾ സ്ട്രീറ്റ്സിൻ്റെ കേസിൽ ലെസ് ഡിസ്ചാർജ് വരുന്ന കേസിൽ യൂസ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രെയിൻ സെമി സർക്കുലർ ആണ്. സോ ദ ആൻസർ സെമി സർക്കുലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോഡ് റണ്ണിങ് ഇൻസൈഡ് സിറ്റി ഈസ് കോൾഡ്? ഓപ്ഷൻ എ അർബൻ റോഡ്, ഓപ്ഷൻ ബി വില്ലേജ് റോഡ്, ഓപ്ഷൻ സി പെഡസ്ട്രിയൻ റോഡ്, ഓപ്ഷൻ ഡി ഹൈവേ റോഡ്. ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹൈവേ റോഡ്.